ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ടു ഡിലീഷ്യസ് ടൈം. ഞാനിവിടെ മേടിക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ടുള്ള ചെറുപയറും പാലും കൊണ്ടുള്ള ഒരു പായസമാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ചെറുപയർ പാല് കൊണ്ടുള്ള ഒരു പായസമാണ്. ചെറുപയർ പാല്. ചെറുപയർ 1 കപ്പ് ചെറുപയറെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിന് ഞാൻ 1 കപ്പ് പയറെടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി അതിനെ കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചുടച്ച് വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഈ പയർ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് വെച്ച പയറാണ്, നന്നായിട്ട് വേവിച്ച് ഉടച്ച പയറാണ് ഇത്. നെയ്യ് ഒഴിച്ചിട്ട് അതിനെ ഈ പയർ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ആവശ്യത്തിന് മതി. ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഞാനത് ആവശ്യത്തിന് ഇടുന്നുള്ളൂ. മധുരം നോക്കിയിട്ട് ഇടുക. 6 സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. വേണമെങ്കിൽ പിന്നെ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ആഡ് ചെയ്യണം. നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് ഒരു 2 സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടിക്കറി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓണമൊക്കെ എല്ലാവരും സേഫായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുകളിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സ്പെഷ്യൽ പായസമാണ്, ചെറുപയറും പാലും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. ഇനി ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാൽ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തു. പാല് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കണം. അധികം ജോലിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പായസം ഇത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കുമ്പോൾ. ഈ പാലൊന്ന് തിളയ്ക്കുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. നല്ലവണ്ണം കണ്ടോ, നല്ല ഭംഗിയായിട്ടേക്കാം. നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടാകും. പയർ നമ്മൾ പ്രഷർ കുക്കർ വെച്ച് കഴിഞ്ഞാൽ വേവിക്കണം. അപ്പം നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റും.
ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഒരു 5 ഏലയ്ക്ക ചതച്ച് വെച്ച് നന്നായിട്ട് പൊടിച്ച് വെച്ചു. അത് ഞാനിതാ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാഷ്നട്ട്. അതൊരു 30 എണ്ണമാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. അത് ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ. നെയ്യിൽ ഫ്രൈ ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ അടുത്തിടാൻ പോകുന്നത് തേങ്ങാക്കൊത്ത്. അത് നെയ്യിൽ ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഒരു 2-3 പീസ് മതി. എടുത്തതിനെ നൈസായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടുത്തിടാൻ പോകുന്നത് അതാണ്. അടുത്തിടാൻ പോകുന്നത് കിസ്മിസ്. അത് നെയ്യിൽ വറുത്തൊരു 30 എണ്ണം വറുത്ത് വെച്ചതാണ്. പായസം റെഡി. കണ്ടോ, എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ചെറുപയറും പാലും കൊണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. വളരെ ഈസിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമാവും ഈ പായസം. ചെറുപയറും പാലും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പായസമാണ്. വളരെ ടേസ്റ്റുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനുണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാളെ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഓക്കെ, ബൈ.